പൊറോട്ട കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ സാധിക്കില്ല. ഗോതമ്പിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൈദ വച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പൊറോട്ട എന്ന് പറയുന്നത്. മൈദ എൻഡോസ്പേം എന്ന് പറയുന്നത് നിറയെ അന്നജമാണ്. പശിമ ഒട്ടിപ്പിടിക്കൽ എന്ന് പറയുന്നത് അന്നജത്തിൻ്റെ ഒരു പൊതുഗുണമാണ്. നാം കഴിക്കുന്ന ചോറിനും ഈ ഒട്ടിപ്പിടിക്കൽ പശിമ ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കുക. 3 നേരവും ചോറ് കഴിക്കുന്ന മലയാളികളാണ് പൊറോട്ടയെ കുറ്റം പറയുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പൊറോട്ട കൊണ്ട് നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ സാധിക്കില്ല, പക്ഷെ ചോറ് കൊണ്ട് എല്ലായ്പ്പോഴും നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാം. പശിമ എന്ന് പറയുന്നത് അന്നജത്തിൻ്റെ ഒരു പൊതു ഗുണമായതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ഒന്നല്ല. ഇനി ഒരു കാര്യം വാസ്തവമാണ്, പൊറോട്ടയിൽ ഫൈബർ നാരുകൾ കുറവായതുകൊണ്ട് ദഹിക്കാൻ അല്പം സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് തന്നെ പൊറോട്ട കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നാരുകളടങ്ങിയ കടല പോലുള്ള പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ ദഹനം കുറച്ചുകൂടി എളുപ്പത്തിലാകും എന്നത് വാസ്തവം തന്നെയാണ്. മറ്റൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന രാസസംയുക്തം. മൈദയിൽ ചേർക്കുന്ന ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന രാസസംയുക്തം മനുഷ്യൻ്റെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നുവെന്നും മനുഷ്യന് പ്രമേഹം ഉണ്ടാക്കുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ എന്താണ് വാസ്തവം? അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന രാസസംയുക്തം എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ എലിയുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത്. അത് എലികൾക്കാണ് പ്രമേഹം ഉണ്ടാക്കുന്നത്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് എല്ലാവിധ പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ അലോക്സാൻ ഹൈഡ്രേറ്റ് എന്ന രാസസംയുക്തം മൈദയിൽ നാം പുറമേ നിന്നും ചേർക്കുന്ന ഒരു വസ്തുവല്ല, മറിച്ച് അന്തരീക്ഷവായുവും ഈർപ്പവുമായുള്ള സമ്പർക്കവും ബ്ലീച്ചിങ്ങും മൂലം മൈദയിൽ സഹജമായി തന്നെ നാച്ചുറലായി ഉണ്ടാകുന്ന ഒരു രാസസംയുക്തമാണത് എന്നുകൂടി നാം മനസ്സിലാക്കുക. മറ്റൊരു പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ബ്ലീച്ചിങ്ങിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ബെൻസോയിൽ പെറോക്സൈഡ് ആണ്. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ സംവിധാനത്തിൽ വളരെയധികം സുരക്ഷിതവും കാര്യക്ഷമവുമായ ഒരു ഔഷധമായിട്ടാണ് ബെൻസോയിൽ പെറോക്സൈഡിനെ കണക്കാക്കുന്നത്. 1981 തന്നെ അത് ക്യാൻസർകാരി അല്ല എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പിന്നീട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ബ്ലീച്ചിങ്ങിൻ്റെ സമയത്ത് ഈ ബെൻസോയിൽ പെറോക്സൈഡ് പൂർണ്ണമായും ബെൻസോയിക് ആസിഡായി മാറുന്നുണ്ട്. അത് ലോകാരോഗ്യ സംഘടന അംഗീകരിക്കപ്പെട്ട ഒരു പ്രിസർവേറ്റീവാണ്. അത് എത്ര അളവിൽ ഉപയോഗിക്കണമെന്നും ലോകാരോഗ്യ സംഘടനയുടെ നിയമാവലിയുണ്ട്. 100-105 ഡിഗ്രിയിൽ വിഘടിച്ചു പോകുന്ന ഒരു രാസസംയുക്തം കൂടിയാണത്. പൊറോട്ട അതിലും കൂടുതൽ ചൂടിലാണ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്നത് എന്നുകൂടി ഓർക്കണം. ഏതൊരു കാര്യവും വിഷം നിയന്ത്രിക്കുന്നത് അതിൻ്റെ അളവാണ്. ഡോസ് മേക്സ് ദ പോയിസൺ. 6 ലിറ്റർ വെള്ളം ഒറ്റ സിറ്റിങ്ങിൽ കുടിച്ചാലും നമുക്ക് അപകടമാണ്, നമ്മൾ മരിച്ചു പോകാം. പക്ഷെ വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട്, അളവ് കുറച്ച് കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ രാസസംയുക്തങ്ങളും. എല്ലാത്തിനും ഒരു അളവുണ്ട്. ആ അളവാണ്, അതിൻ്റെ മാത്രയാണ് അതിൻ്റെ വിഷം നിയന്ത്രിക്കുന്നത്. അല്ലാതെ വിഷം, ദ അൾട്ടിമേറ്റ് വിഷം എന്ന് പറയുന്ന ഒരു പദാർത്ഥമില്ല. അതായത് പൊറോട്ട എന്ന് പറയുന്നത് വളരെ ചെലവ് കുറഞ്ഞ, രുചികരമായ, അധ്വാനിക്കുന്ന ആളുകളുടെ ഭക്ഷണ പദാർത്ഥമാണ്. അത് മലയാളികൾ വർജിക്കേണ്ട ഒന്നല്ല, മറിച്ച് വിവേകത്തോടെ, നിയന്ത്രണ ബോധത്തോടെ ആസ്വദിച്ചു കഴിക്കേണ്ട ഒന്നാണ്.